T20 ക്രിക്കറ്റിന്റെ സകല ആവേശവും നിറഞ്ഞു നിന്നൊരു മത്സരമായിരുന്നു ഇന്നത്തേതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഹായ്, നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇന്ന് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു മത്സരം നടന്നത് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ്. ടോസ് ലഭിച്ച ഹൈദരാബാദ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. എന്നാൽ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഹൈദരാബാദിന് വേണ്ട വിധത്തിൽ സ്കോറിംഗ് ചെയ്യാനായില്ല. തുടക്കത്തിൽ അഭിഷേക് ശർമ്മയെ നഷ്ടമാകുന്നു. എങ്കിൽ പോലും ഹെഡ് ഒരറ്റത്ത് പിടിച്ചു നിന്നു. 44 പന്തിൽ 58 റൺസ് എടുത്തു. പിന്നീട് വന്ന നിതീഷ് കുമാർ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഹൈദരാബാദിന് വേണ്ടി കാഴ്ചവെച്ചത്. അദ്ദേഹം 44 പന്തിൽ 73 റൺസ് എടുത്തു. അതുപോലെ തന്നെ ക്ലാസൻ വെട്ടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. അവസാനത്തിൽ 19 ബോളിൽ 43 റൺസ് എടുത്തു. ഹൈദരാബാദിന് 202 എന്ന വിജയലക്ഷ്യം രാജസ്ഥാൻ റോയൽസിന്റെ മുന്നിലേക്ക് വെക്കാൻ കഴിഞ്ഞു. എന്നാൽ രാജസ്ഥാൻ റോയൽസിന് തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. ആദ്യ ഓവറിൽ തന്നെ ബട്ട്ലർ പൂജ്യനായി മടങ്ങുന്നു. പിറകെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും പൂജ്യനായി മടങ്ങുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ സ്തംഭിച്ചു പോകുന്നു. ആദ്യ ഓവറിലാണ് 1 റൺസ് സ്കോർ ബോർഡിലേക്ക് വരുമ്പോഴേക്ക് 2 വിക്കറ്റുകൾ പോകുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ പതറി നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് പിന്നീട് മികച്ച ഒരു കൂട്ടുകെട്ടിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. പരാഗും ജയ്സ്വാളും 2 യുവതാരങ്ങൾ രാജസ്ഥാൻ റോയൽസിനെ മുന്നോട്ട് നയിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇരുവരും 50 നേടി. അതിനുശേഷം ജയ്സ്വാളാണ് ആദ്യം പുറത്താകുന്നത്. ജയ്സ്വാൾ പുറത്തായതിനു ശേഷം 2 ഓവറുകൾക്കപ്പുറം പരാഗ് ഔട്ടായതും രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായി. എങ്കിൽ പോലും 2 വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ക്രീസിലുള്ളപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കരങ്ങളിൽ വിജയം ഭദ്രമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ടെസ്റ്റുകളാണ്. 18 പന്തിൽ വെറും 27 റൺസ് മാത്രമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് ഒരു സമയത്ത് വേണ്ടിയിരുന്നത്. ആ സമയത്ത് നടരാജനെ ഒരു പടുകൂറ്റൻ സിക്സറിന് ഹിറ്റ്മേർ പറത്തുന്നു. 106 മീറ്റർ ആയിരുന്നു അതിന്റെ വലിപ്പം. പിന്നീട് അങ്ങോട്ട് തുടരെ 2 ഡോട്ട് ബോളുകൾ വരുന്നു. തൊട്ടടുത്തൊരു ഫുൾ ടോസ് ബോളിൽ ഹിറ്റ്മേർ ഔട്ടാകുന്നു. രാജസ്ഥാൻ റോയൽസ് വീണ്ടും പ്രതിസന്ധിയിലേക്ക്. പിന്നീട് വേണ്ടത് 2 ഓവറിൽ 21 റൺസാണ്. ആദ്യ പന്തിൽ തന്നെ ജ്വാലിന് നഷ്ടമാകുന്നു. ആ ഓവറിൽ കമിൻസ് വിട്ടുകൊടുത്തത് വെറും 7 റൺസ് മാത്രമാണ്. പുതു ബാറ്റ്സ്മാനായി വന്ന അശ്വിൻ സിംഗിളെടുത്ത് സ്ട്രൈക്ക് മാറുന്നു. പവൽ ആ ഒരു ഓവറിൽ ഡോട്ട് ബോളുകൾ തുടരെ വരുത്തുന്നു. അവസാന പന്ത് സിക്സറിന് പറത്തുന്നു. വീണ്ടും കളി ആവേശമാകുന്നു. പിന്നെ വേണ്ടത് അവസാന ഓവറിൽ 13 റൺസാണ്. ഓവർ എറിയാനെത്തുന്നത് ഭുവനേഷ് കുമാറാണ്. ആദ്യ പന്തിൽ അശ്വിൻ സിംഗിളെടുത്ത് സ്ട്രൈക്ക് പവലിലേക്ക് മാറുന്നു. പവൽ ആദ്യ പന്തിൽ ഒരു ഡബിൾ റൺസ്, പിന്നീട് ഒരു 4 അടിക്കുന്നു. പിന്നീട് വേണ്ടത് 3 പന്തിൽ 6 റൺസാണ്. അടുത്ത പന്തും 2 റൺസാണ് നേടാൻ കഴിഞ്ഞത്. 5-ാമത്തെ പന്തിലും 2 റൺസ് നേടുന്നു. അതൊരു റൺഔട്ടിൽ നിന്ന് ഒരു മുഴുനീളൻ ഡൈവിലൂടെ പവൽ രക്ഷപ്പെടുന്നു. ഒരു പന്ത് വിജയിക്കാൻ 2 റൺസ്, എന്തും സംഭവിക്കാം. ആരാധകർ ആവേശത്തിലാണ്, ആകാംക്ഷയിലാണ്. ഇരുഭാഗത്തും SRHന്റെയും രാജസ്ഥാന്റെയും ആരാധകർ വളരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ ഒരു പന്തിൽ 1 റൺസ് എടുത്താൽ സൂപ്പർ ഓവറിലേക്ക് കളി മാറും. പക്ഷേ ഭുവനേഷ് കുമാർ എറിഞ്ഞ ആ ഒരു പന്ത് ലോ ഫുൾ ടോസ് ബോൾ LBWയിൽ പവൽ കുരുങ്ങുന്നു. അമ്പയർ ഔട്ട് വിധിക്കുന്നു. 1 റൺസിന്റെ അവിസ്മരണീയ വിജയം ഹൈദരാബാദ് സ്വന്തം കാണികൾക്ക് മുന്നിൽ കരസ്ഥമാക്കുന്നു. വളരെ ത്രില്ലിംഗ് മാച്ച്. 2020 ക്രിക്കറ്റിന്റെ സകല ആവേശവും നിറഞ്ഞു നിന്നൊരു മത്സരമായിരുന്നു ഇന്നത്തേതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ ഈ IPL നടന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മാച്ച് ഇത് തന്നെയായിരിക്കാം. എന്തായാലും ഇതുപോലെ നല്ല മത്സരങ്ങൾ ഇനിയും പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.